ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ ഏടുകളിൽ ഒന്നുകൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒഡീഷയിലെ കട്ടക്കിലെ ബാരാവതി സ്റ്റേഡിയം സാക്ഷിയായത് വെറുമൊരു T20 മത്സരത്തിനല്ല, മറിച്ച് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും അപൂർവമായൊരു റെക്കോർഡ് ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യൻ പേസ് വിസ്മയം സ്വന്തമാക്കുന്നതിനാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20 മത്സരത്തിൽ പന്ത് കൊണ്ട് മാന്ത്രികം തീർക്കുന്ന ബുംറ തന്റെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന നാഴികക്കല്ല് പിന്നിട്ടു. ടെസ്റ്റ്, ഏകദിനം, T20 എന്നിങ്ങനെ ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും 100 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ എന്ന ചരിത്ര നേട്ടമാണ് ബുംറ സ്വന്തമാക്കിയത്. കപിൽ ദേവോ, സഹീർ ഖാനോ, ജവഗൽ ശ്രീനാഥോ, അനിൽ കുംബ്ലെയോ തുടങ്ങി ഇന്ത്യൻ ബൗളിംഗിലെ ഇതിഹാസങ്ങൾക്കാർക്കും സാധിക്കാത്ത നേട്ടമാണ് ഈ 30-കാരൻ അഹമ്മദാബാദുകാരൻ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. ആധുനിക ക്രിക്കറ്റിലെ കംപ്ലീറ്റ് ബൗളർ ആരാണ് എന്ന ചോദ്യത്തിന് ഇനി ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ജസ്പ്രീത് ബുംറ. ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സിലെ 11ാം ഓവറിലായിരുന്നു ആ ചരിത്ര നിമിഷം പിറന്നത്. ബേബി എബി എന്ന് വിളിപ്പേരുള്ള ദക്ഷിണാഫ്രിക്കൻ യുവതാരം ഡെവാൾ ബ്രവിസ് ആയിരുന്നു ക്രീസിൽ. ബുംറയുടെ കൈകളിൽ നിന്ന് പാഞ്ഞെടുത്ത പന്തിന്റെ ഗതി മനസ്സിലാക്കുന്നതിൽ ബ്രവിസിന് പിഴച്ചു. സ്റ്റമ്പുകൾ തെറിച്ചു. ഗ്യാലറിയിലെ ആരവങ്ങൾക്കിടയിൽ ബുംറ ആകാശത്തേക്ക് കൈയുയർത്തി. അതൊരു സാധാരണ വിക്കറ്റ് ആയിരുന്നില്ല. അന്താരാഷ്ട്ര T20യിൽ ബുംറയുടെ 100ാമത്തെ ഇരയായിരുന്നു അത്. ഈ വിക്കറ്റോടെ ക്രിക്കറ്റിന്റെ 3 രൂപങ്ങളിലും 100 വിക്കറ്റുകൾ വീതം നേടുന്നവരുടെ എലൈറ്റ് ക്ലബിലേക്ക് ബുംറ രാജകീയമായി നടന്നു കയറി. മത്സരത്തിലാകെ 2 വിക്കറ്റുകൾ വീഴ്ത്തിയ ബുംറ തന്റെ T20 വിക്കറ്റ് നേട്ടം 101-ലെത്തിച്ചാണ് മൈതാനം വിട്ടത്. ഈ റെക്കോർഡിന്റെ ആഴം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ ബൗളിംഗ് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ബൗളർമാർ പലരും ടെസ്റ്റിലും ഏകദിനത്തിലും 100 കണക്കിന് വിക്കറ്റുകൾ വാരിക്കൂട്ടിയവരാണ്. എന്നാൽ T20 എന്ന കുട്ടി ക്രിക്കറ്റിൽ കൂടി 100 തികയ്ക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. അവിടെയാണ് ബുംറയുടെ പ്രസക്തി. ടെസ്റ്റ് ക്രിക്കറ്റ്. വെള്ളക്കുപ്പായത്തിൽ ബുംറ ഒരു പേടി സ്വപ്നമാണ്. ഇതുവരെ കളിച്ച 52 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 234 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും വിദേശ മണ്ണിലെ ബാറ്റിംഗ് പിച്ചുകളിലാണ് എന്നത് അദ്ദേഹത്തിന്റെ മികവ് തെളിയിക്കുന്നു. ഏകദിന ക്രിക്കറ്റ്. ഏകദിനത്തിൽ 89 മത്സരങ്ങളിൽ നിന്നായി 149 വിക്കറ്റുകൾ ബുംറയുടെ പേരിലുണ്ട്. ലോകകപ്പുകളടക്കം ഇന്ത്യയുടെ വജ്രായുധം. T20 ക്രിക്കറ്റ്. ഏറ്റവും പുതിയതായി 100 കടന്ന ഫോർമാറ്റ്. 81 മത്സരങ്ങളിൽ നിന്ന് 101 വിക്കറ്റുകൾ. 7 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തിയാണ് T20യിലെ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം. ഈ കണക്കുകൾ തെളിയിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ഫോർമാറ്റ് ഏതുമാകട്ടെ, പന്ത് ബുംറയുടെ കയ്യിലാണെങ്കിൽ ബാറ്റ്മാൻ വിയർക്കും. 3 ഫോർമാറ്റിലും ഒരേപോലെ ആധിപത്യം പുലർത്തുക എന്നത് ആധുനിക ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും പേസ് ബൗളർമാർക്ക് അത്യന്തം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. വർക്ക് ലോഡ് മാനേജ്മെന്റും പരിക്കുകളും തളർത്തുന്ന കരിയറുകൾക്കിടയിൽ ബുംറയുടെ ഈ നേട്ടം ഒരു അത്ഭുതമാണ്. ലോക ക്രിക്കറ്റിലേക്ക് കണ്ണോടിച്ചാൽ ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന 5ാമത്തെ മാത്രം താരമാണ് ജസ്പ്രീത് ബുംറ. ബുംറയ്ക്ക് മുൻപ് ഈ നേട്ടത്തിലെത്തിയവർ ഇവരാണ്: ടിം സൗത്തി, ന്യൂസിലൻഡ്. സിം ബൗളിംഗിന്റെ രാജാവ്. 3 ഫോർമാറ്റിലും വിക്കറ്റ് വേട്ടയിൽ മുന്നിൽ. ഷാക്കിബ് അൽ ഹസൻ, ബംഗ്ലാദേശ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിലൊരാൾ. സ്പിൻ ബൗളിംഗിലൂടെ ഈ നേട്ടം സ്വന്തമാക്കി. ലസിത് മലിംഗ, ശ്രീലങ്ക. യോർക്കർ കിങ്. ബുംറയുടെ മെന്റർ കൂടിയായ മലിംഗയാണ് ഈ പട്ടികയിലെ മറ്റൊരു പേസർ. IPLൽ മുംബൈ ഇന്ത്യൻസിലൂടെ മലിംഗയിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ബുംറയെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് നിസ്സംശയം പറയാം. ഷഹീൻ ഷാ അഫ്രീദി, പാകിസ്ഥാൻ. ഇടംകയ്യൻ പേസർ, ചുരുങ്ങിയ കാലം കൊണ്ട് ഈ നേട്ടത്തിലെത്തി. ഈ 4 പേർക്കൊപ്പം ഇനി ബുംറയുടെ പേരും ചരിത്രരേഖകളിൽ തിളങ്ങി നിൽക്കും. ഈ പട്ടികയിൽ ഇടം പിടിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന വിശേഷണം വരും തലമുറകൾക്ക് പ്രചോദനമാകും. T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് അടുത്തിടെ യുവതാരം അർഷ്ദീപ് സിംഗ് സ്വന്തമാക്കിയിരുന്നു. അർഷ്ദീപിന് തൊട്ടു പിന്നാലെയാണ് ബുംറയും T20യിലെ വിക്കറ്റ് സെഞ്ചുറി പൂർത്തിയാക്കിയത്. അർഷ്ദീപ് T20 സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ വളർന്നു വരുമ്പോൾ ബുംറ എല്ലാ ഫോർമാറ്റിലും ഒരേപോലെ തിളങ്ങുന്ന ഇതിഹാസമായി മാറുന്നു. അർഷ്ദീപിന്റെ നേട്ടം ചെറുതല്ലെങ്കിലും ടെസ്റ്റിലും ഏകദിനത്തിലും T20യിലും ഒരേ സമയം ഈ മാന്ത്രിക സംഖ്യ തികയ്ക്കുക എന്നത് ബുംറയുടെ മാത്രം ക്ലാസ്സാണ്. ബുംറയുടെ ഈ നേട്ടത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും സവിശേഷമായ ബൗളിംഗ് ആക്ഷനും തന്നെയാണ്. അസാധാരണ ആക്ഷൻ. പരമ്പരാഗത ബൗളിംഗ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഹൈ ആം ആക്ഷൻ ബാറ്റ്മാൻമാർക്ക് പന്ത് പിക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. വേരിയേഷനുകൾ. യോർക്കറുകൾ, സ്ലോ ബോളുകൾ, ബൗൺസറുകൾ എന്നിവ ഒരേ ആക്ഷനിൽ എറിയാനുള്ള കഴിവ് T20യിൽ ഇത് അദ്ദേഹത്തെ അപകടകാരിയാക്കുന്നു. കൃത്യത.
മലിംഗയ്ക്ക് ശേഷം ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച യോർക്കർ എക്സിക്യൂഷൻ ബുംറയുടേതാണ്. ഡെത്ത് ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കാതെ വിക്കറ്റ് എടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് നേട്ടം വേഗത്തിലാക്കി. ഒരു വർഷം മുൻപ് മുതുകിനേറ്റ പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോൾ ബുംറയുടെ കരിയർ അവസാനിച്ചു എന്ന് വിധിയെഴുതിയവർ കുറവല്ല. പേസ് ബൗളർമാർക്ക്, പ്രത്യേകിച്ച് ബുംറയെപ്പോലൊരു ആക്ഷൻ ഉള്ളവർക്ക് ഇത്തരം പരിക്കുകൾ മാരകമാണ്. എന്നാൽ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് കൂടുതൽ കരുത്തനായി അദ്ദേഹം തിരിച്ചു വന്നു. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയശില്പിയായി മാറി. ഇപ്പോൾ ഈ ചരിത്ര റെക്കോർഡിലൂടെ തന്റെ മടങ്ങിവരവ് പൂർണ്ണമാക്കിയിരിക്കുന്നു. പരിക്കുകൾക്ക് പോലും തളർത്താനാവാത്ത പോരാളിയാണ് താനെന്ന് അദ്ദേഹം തെളിയിച്ചു. 30 വയസ്സ് മാത്രം പ്രായമുള്ള ബുംറയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ടെസ്റ്റിൽ 300-400 വിക്കറ്റുകൾ എന്ന ലക്ഷ്യവും ഏകദിനത്തിൽ 200 വിക്കറ്റുകളും അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. T20യിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ വിക്കറ്റ് വേട്ടക്കാരനാകാനും അദ്ദേഹത്തിന് സാധിച്ചേക്കും. ഈ റെക്കോർഡ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബൌളിംഗ് വിപ്ലവത്തിന്റെ അടയാളമാണ്. ഒരു കാലത്ത് സ്പിന്നർമാരെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളിംഗ് യൂണിറ്റിനെയാണ് നയിക്കുന്നത്. അതിന്റെ കുന്തമുന ജസ്പ്രീത് ബുംറയാണ്. കട്ടക്കിൽ വീണത് ബ്രവിസിന്റെ വിക്കറ്റ് മാത്രമല്ല, ഇന്ത്യൻ പേസർമാർക്ക് ഇതൊന്നും സാധിക്കില്ല എന്ന പഴയ ധാരണകളുടെ വിക്കറ്റ് കൂടിയാണ്. ബുംറ, നിങ്ങൾ വെറുമൊരു ബൗളർ അല്ല, ഒരു തലമുറയുടെ ആവേശമാണ്. ചരിത്ര പുസ്തകത്തിലെ ഈ പേജ് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അഭിനന്ദനങ്ങൾ.